പേടിക്കാൻ പാടില്ല, പേടി ഉണ്ടാവാൻ പാടില്ല. അള്ളാഹനെ മാത്രമേ പേടിക്കാവൂ. എന്ത് വരാനാ? അള്ളാഹ് തീരുമാനിച്ചതിലപ്പുറം ഇവിടെ ആരെ കൊണ്ട് കഴിയൂല എന്ന് മനസ്സിനാണ് പഠിപ്പിച്ച. പിന്നെന്താ പേടിക്കണേ? പക്ഷെ ആ പേടി നൽകുമ്പോ ഈമാൻ, നല്ല ഉറച്ച ഈമാൻ നമുക്കുണ്ടാകണം. അതിനാ നമ്മൾ പണിയെടുക്കേണ്ടത്. അതിന് നമ്മൾ കൂടുതൽ ഇസ്ലാമിലേക്ക് അടുക്കണം, ഖുർആൻ ധാരാളം പഠിക്കണം, ജീവിതം വിശുദ്ധമാക്കണം. എന്തൊക്കെ ജീവിതത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പോരായ്മകളുണ്ടോ അതൊന്നും ഇനി ആവർത്തിക്കില്ല അല്ലാഹ് എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞു റബ്ബിനോട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകളിൽ ധാരാളമായി ദുആ ചെയ്ത് തൗബ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങി ഇനി അങ്ങോട്ടുള്ള ജീവിതം വിശുദ്ധമാക്കിയിട്ട് ആ വിശുദ്ധിയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷിക്കണേ. അപ്പൊ റബ്ബിന്റെ കാവിലുണ്ടാവും. അള്ളാന്റെ ഓഫറാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നോ? ഉണ്ടാവും. നിങ്ങൾ അള്ളാനെ സഹായിക്കുവാൻ തയ്യാറുണ്ടോ എങ്കിൽ യൻസുറുക്കും, അള്ളാഹ് നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. അള്ളാന്റെ ഓഫറാ സൂറത്ത് മുഹമ്മദില്. പക്ഷെ അല്ലാഹു തആല സഹായിക്കുന്നു വെറുതെ പറഞ്ഞിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞ ഉപാധി ഞാനും നിങ്ങളും പൂർത്തിയാക്കണം. എന്താ ഉപാധി? ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാനെ സഹായിക്കുന്നവരാണെങ്കിൽ യൻസുർക്കും, അല്ലാഹ് നിങ്ങളെ സഹായിക്കും എന്നാണ്. അല്ലാതെ നിങ്ങളിങ്ങനെ ചപ്പ് ചവറുകളെ പോലെ, വെള്ളത്തിലൊഴുകുന്ന ചണ്ടി ചവറുകളെ പോലെ പേരിൽ മാത്രം ഇസ്ലാമിന്റെ കോളത്തിൽ മുസ്ലിം ഇസ്ലാം എന്ന പേരെഴുതാൻ മാത്രമുള്ള ദുർബലമായ ആ രൂപത്തിലുള്ള പേരിൽ മാത്രമുള്ള മുസ്ലിമീങ്ങളായാൽ റബ്ബ് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ സഹായം, അള്ളാന്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാന്റെ സഹായം ഉണ്ടാവുന്നു. നിങ്ങളെ പാദം ഉറപ്പിച്ചു നിർത്തുന്നു പറഞ്ഞാൽ നിങ്ങളെ ഹൃദയത്തിന് ധൈര്യം തരുന്നതാണ്. കാല് ഉറപ്പിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കാല് വിറക്കുക എപ്പോഴാ? കൽബ് വിറക്കുമ്പോഴാണ് കാല് വിറക്കുക. പേടി വന്നാലാണ് കയ്യും കാലും വിറക്കുക. അള്ളാഹ് പറയുന്നു നിങ്ങളുടെ കാലുകൾക്ക് ഞാൻ നല്ല ധൈര്യം തരും, വിറക്കൂല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തിന് നല്ല ധൈര്യം തരും ഞാൻ. പേടില്ല ഞാൻ പിന്നെ കയ്യും കാലും വിറക്കൂല. അള്ളാഹ് പറയണ അതിനെന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹിനെ സഹായിക്കണം. എങ്ങനെ? അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കണം.